തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡാറ്റാബേസ് ചോർന്നതായ ഒരു പരാതി. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ പരാതിയിൽ സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തനരഹിതമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹാക്കിംഗ് നടത്തിയിരിക്കുന്നത് എന്നാണ് പരാതി. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, നിലവറയുടെ ഡീറ്റെയിൽസ് ഒന്നും ഈ വെബ്സൈറ്റിലും ഈ പറയുന്ന സംവിധാനത്തിലും ഒന്നും ഇല്ലല്ലോ. ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലും ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഹാക്കിംഗ് നടത്തിയത്? ഒരു ഭീഷണി എന്ന നിലയിൽ മാത്രമാണോ നമ്മളതിനെ കാണുന്നത്? ഇപ്പോൾ എന്താണ് അവിടുത്തെ ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തനരഹിതമാണോ, അത് പ്രവർത്തിക്കുന്നുണ്ടോ? സൂചന കിട്ടിയപ്പോൾ തന്നെ പരാതി കൊടുത്തോ? എന്താണ് സംഭവിച്ചത് ഗോപാൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ജൂൺ 13 മുതലുള്ള ദിവസങ്ങളിൽ, ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ ഡേറ്റാബേസ് കമ്പ്യൂട്ടർ സംവിധാനത്തിൽ തകരാറുള്ളതായി ക്ഷേത്രം അധികൃതർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയിരുന്നു. പിന്നീട് ഏറ്റവും അവസാനമായി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ഈ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നതിനോ അവരുടെ സ്വന്തം ലോഗിൻ ഐഡിയിൽ കയറുന്നതിനോ പോലും സാധിക്കാതായതോടുകൂടിയാണ് ഇതെന്താണ് സംഭവിച്ചത് എന്ന സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തുന്നതും ഹാക്കിംഗ് നടന്നതായി തിരിച്ചറിയുന്നതും. അതായത് ഇതിൽ ഡേറ്റാബേസിൻ്റെ പ്രധാനമായിട്ടുള്ള പല രൂപവും ഭാവവും അടക്കം മാറ്റിക്കളഞ്ഞു എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പ്യൂട്ടർ സംവിധാനം മൊത്തത്തിൽ അവതാളത്തിലാക്കാൻ വേണ്ടി ബോധപൂർവം ആരോ ശ്രമിച്ചതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപ്രകാരം ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇപ്പോൾ പോലീസിന് പരാതി നൽകി. സൈബർ പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെയോ അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനം, അതായത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട സംവിധാനത്തിനെയോ താളം തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും തരത്തിലേക്കുള്ള മോഷണത്തിന് വേണ്ടിയിട്ടോ ആണോ എന്ന അന്വേഷണമാണ് പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പണമൊന്നും മോഷണം പോയിട്ടില്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരനെയാണ് സംശയമുള്ളത്. കാരണം ഇയാൾ കുറച്ച് നാളുകൾ മുൻപ് ഇയാളുടെ ഇടപെടലുകൾ, കമ്പ്യൂട്ടർ മേഖലയിലെ ഇടപെടലുകൾ സംശയം തോന്നിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. തുടർന്ന് ഈ താൽക്കാലിക ജീവനക്കാരനും അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥരുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഭാഗത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഡേറ്റാബേസ് ചോർത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. മറുഭാഗത്ത് പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലെ ക്യാൻറ്റീനിൽ നിന്ന് 4 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോകുന്നു. ഈ നാട്ടിൽ എന്തൊക്കെയാണാവോ നടക്കുന്നത്?